അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയായ സമാധാന കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഫ്രാൻസിൽ വെച്ച് നടന്ന G7 ഉച്ചകോടിയിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാന കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ധാരണാപത്രം പ്രാബല്യത്തിൽ വന്നതോടെ പശ്ചിമേഷ്യയിൽ മാസങ്ങളായി നിലനിന്നിരുന്ന സംഘർഷ സാധ്യതകൾക്കാണ് അറുതിയാകുന്നത്. എന്തൊക്കെയാണ് കരാറിലെ ഉപാധികൾ? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അമേരിക്കയുമായി ധാരണയിലായ സമാധാന കരാർ അഥവാ ധാരണാപത്രം ഇറാന് അനുകൂലമായ നിരവധി ഉപാധികളാൽ സമ്പന്നമാണ്. ധാരണയനുസരിച്ച് ലെബനൻ ഉൾപ്പെടെ എല്ലാ മുന്നണികളിലും യുദ്ധം ചെയ്യുന്നത് നിർത്താൻ ഇരു രാജ്യങ്ങളും സമ്മതിക്കും. അതായത് ഇസ്രായേലിനും ലെബനാനിലെ ആക്രമണം അവസാനിപ്പിക്കേണ്ടി വരും. ഇത് ഇറാന്റെ സമ്മർദ്ദ തന്ത്രത്തിന്റെ വിജയമായാണ് ലോകം വിലയിരുത്തുന്നത്. 14 പോയിന്റുകളടങ്ങിയ ധാരണാപത്രത്തിലെ മറ്റൊരു ഉപാധി ഇരു കക്ഷികളും പരസ്പരം പരമാധികാരത്തെ ബഹുമാനിക്കുകയും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒഴിവാക്കുകയും ചെയ്യണം എന്നതാണ്. ഈ ധാരണാപത്രം ഒരു ഇടക്കാല ചട്ടക്കൂട് മാത്രമാണെങ്കിലും സമഗ്രവും അന്തിമവുമായ ഒരു സമാധാന കരാർ ചർച്ച ചെയ്യുന്നതിനായി പരസ്പര സമ്മതത്തോടെ നീട്ടാവുന്ന 60 ദിവസത്തെ സമയപരിധിയും ഇത് നിശ്ചയിക്കുന്നുണ്ട്. ഇറാനുമേലുള്ള നാവിക ഉപരോധവും മറ്റ് നാവിക നിയന്ത്രണങ്ങളും ക്രമേണ നീക്കം ചെയ്യുക എന്നതാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്ന ഏറ്റവും വലിയ ഇളവുകളിൽ ഒന്ന്. ധാരണാപത്രം ഒപ്പുവെച്ച ഉടൻ തന്നെ ഈ പ്രക്രിയ ആരംഭിക്കും. ഉപരോധം 30 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്തിമ കരാറായാൽ ഇറാനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ നിന്ന് US തങ്ങളുടെ സൈനികരെയും പിൻവലിക്കും. പകരമായി ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിതമായ ഗതാഗതം ഇറാൻ പുനഃസ്ഥാപിക്കും. കടലിടുക്കിൽ ഇറാൻ സ്ഥാപിച്ചിട്ടുള്ള മൈലുകൾ നീക്കം ചെയ്യുകയും ജലപാതയിലെ യുദ്ധകാല തടസ്സങ്ങൾ നീക്കുകയും ചെയ്യുന്നതോടെ വാണിജ്യ കപ്പലുകൾക്ക് ഈ വഴി സുഗമമായി കടന്നുപോകാം. പക്ഷേ 60 ദിവസങ്ങൾക്ക് ശേഷം ഇറാൻ പ്രഖ്യാപിച്ചതുപോലെയുള്ള ചാർജുകൾ കപ്പലുകളിൽ നിന്ന് ഈടാക്കുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് കടലിടുക്കിന്റെ ഭാവി എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് ഒമാനുമായും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായും ഇറാൻ ചർച്ചകൾ ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ ധാരണാപത്രം ഇറാന് വലിയ സാമ്പത്തികമായ നേട്ടങ്ങളും നേടിക്കൊടുക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാന് ഏകദേശം 26 ലക്ഷം കോടി രൂപ വില മതിക്കുന്ന ഒരു പുനർനിർമ്മാണ സാമ്പത്തിക വികസന പാക്കേജ് നൽകാനാണ് ധാരണാപത്രം നിഷ്കർഷിക്കുന്നത്. പ്രാദേശിക സഖ്യകക്ഷികളുമായി ചേർന്നായിരിക്കും ഈ ഫണ്ട് US ഇറാന് നൽകുക. മാത്രമല്ല ക്രമേണ ഇറാനുമേലുള്ള ഉപരോധങ്ങളെല്ലാം പിൻവലിക്കുമെന്നും കരട് ധാരണാപത്രം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതിൽ അമേരിക്ക ഏർപ്പെടുത്തിയ നേരിട്ടുള്ളതും അല്ലാത്തതുമായ ഉപരോധങ്ങളും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര നിയന്ത്രണങ്ങളും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വമ്പൻ നേട്ടമാണ്. ഇറാനിയൻ അസംസ്കൃത എണ്ണ, പെട്രോളിയം കയറ്റുമതി ഉടൻ പുനരാരംഭിക്കാൻ അനുവദിക്കുന്ന മറ്റൊരു പ്രധാന വ്യവസ്ഥ കൂടി കരട് ധാരണാപത്രത്തിലുണ്ട്. എണ്ണ കയറ്റുമതി, ബാങ്കിംഗ് ഇടപാടുകൾ, ഇൻഷുറൻസ്, ഷിപ്പിംഗ്, അനുബന്ധ സേവനങ്ങൾ എന്നിവയ്ക്കായി US ട്രഷറി ഇളവുകളും നൽകും. ഇറാന്റെ മരവിപ്പിച്ച വിദേശ ആസ്തികൾ വിട്ടുകൊടുക്കാനും അമേരിക്ക തയ്യാറാകും. കരാറിലെ എല്ലാ ഉപാധികളും ഇറാൻ നടപ്പിലാക്കുന്നതനുസരിച്ചാകും ഇത്തരം നടപടികൾ എന്നു മാത്രം. ഇതെല്ലാം നടപ്പിലായാൽ പതിറ്റാണ്ടുകളിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഏർപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നയതന്ത്ര മുന്നേറ്റങ്ങളിൽ ഒന്നായിരിക്കും ഇത്. പക്ഷേ ഈ രേഖ ഇപ്പോഴും ഒരു കരട് മാത്രമാണ്. ഈ പ്രതിബദ്ധതകൾ യാഥാർത്ഥ്യമാകുമോ എന്നത് തുടർന്നുള്ള ചർച്ചകളുടെ വിജയത്തെ ആശ്രയിച്ചിരിക്കും. മാത്രമല്ല ഇസ്രായേലിന്റെ ഇടപെടലുകളും ഈ കരാർ നടപ്പിലാക്കുന്നതിൽ നിർണായകമാണ്.